വളരെ ഗൗരവമായി കണ്ടിട്ടുള്ള ആ ഒരു ആശയത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ബിദ്അഈ പ്രസ്ഥാനം ഇവിടെ കടന്നു വന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഏത് ആശയം എടുത്ത് പരിശോധിച്ച് നോക്കുക, അവർ സമൂഹത്തോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ആദർശം എടുത്ത് പരിശോധിച്ച് നോക്കുക, അതിനെല്ലാം മഹാത്മാക്കൾ നിസ്സാരപ്പെടുത്തലുണ്ട്. മഹാന്മാരായ സഹാബ കേരളത്തിലെ പള്ളികൾ ഉണ്ടാക്കിയപ്പോ ആ പള്ളികളിലൊന്നും സ്ത്രീകൾക്ക് പ്രത്യേകം സംവിധാനം അവർ ഏർപ്പെടുത്തിയിരുന്നില്ല. മഹാന്മാരായ സഹാബ നിർമ്മിച്ച പള്ളികളിൽ അവർ സ്ത്രീകളെ വിളിച്ചു വരുത്തിയിട്ടില്ല എന്നാണ് കേരളത്തിലെ പള്ളികളിലേക്ക് മുസ്ലിം ആരാധനാലയങ്ങളിലേക്ക് സ്ത്രീകളെ വിളിക്കാൻ തുടങ്ങിയത്. അത് നമ്മൾ പറയേണ്ടതില്ല, അവർ തന്നെ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. അവരുടെ പുടവ മാസികയിൽ അവർ എഴുതുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒതായി വെള്ളാറമ്പാറ ഖദീജക്കുട്ടി ഇന്ന് 82 വയസ്സ്. കേരളത്തിലെ പള്ളിയിൽ പോയി ആരാധന നിർവഹിച്ച ആദ്യത്തെ സ്ത്രീ എന്ന വിശേഷണത്തിന് അർഹയാണ് ഖദീജക്കുട്ടി. അവർ ചരിത്ര ശകലങ്ങളിൽ ഓർമ്മകളുടെ അറകളിൽ നിന്ന് ചികഞ്ഞെടുത്തു. 1940കളിൽ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുക എന്നത് പലർക്കും ഊഹിക്കാൻ പോലും സാധ്യമാവാത്ത കാര്യമായിരുന്നു. 1940 വരെ കേരളത്തിൽ ഒരൊറ്റ പെണ്ണിനെയും ഒരു മുസ്ലിം പള്ളിയിലേക്കും ആരും വിളിച്ചു വരുത്തിയിട്ടില്ല. കാരണം അങ്ങനെ സ്വഹാബ പഠിപ്പിച്ച ദീനിലില്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ദീനിലില്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപാഠമാക്കിയ ഇമാമുൽ അഇമ്മ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന ഇംറഅതൻ ഖറജത് ഇലാ ജുമഅത്തിൻ വലാ ജമഅത്തിൻ ഫീ മസ്ജിദ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, അവരുടെ പ്രിയപ്പെട്ട പത്നിമാർ അവരാരും ജുമഅക്കും ജമാഅത്തിനും പള്ളിയിലുള്ള ജമാഅത്തിനും പോയതായി നമുക്കറിയില്ല. ആയിഷ ബീവി ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഖദീജ ബീവി ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുപോലത്തെ മുത്തുനബിയുടെ പ്രിയതമകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നബിദിനാഘോഷത്തെ കുറിച്ചും മറ്റും ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്ന് മുറവിളി കൂട്ടുന്നവരാണ് അവർ. അവരോടാണ് ഞാൻ പറയുന്നത്, മഹാനായ ഇമാമുൽ അഇമ്മ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മുത്തുനബിയുടെ ഭാര്യമാരിൽ ഒരാളും ജുമഅക്കും ജമാഅത്തിനും പള്ളിയിലേക്ക് പോയിട്ടില്ല. നബി തങ്ങളോടൊപ്പം പെൺമക്കളുണ്ടായിരുന്നു, ഭാര്യമാരുണ്ടായിരുന്നു, സേവകരുണ്ടായിരുന്നു. അവരാരും ജുമഅക്ക് പോയതായിട്ട് എനിക്കറിയൂല, അവരാരും ജമാഅത്തിന് പോയതായിട്ടും എനിക്കറിയൂല. മുസ്ലിമീങ്ങളുടെ പൂർവികരായ സത്യതരായ ഒരാളും അവരുടെ ഭാര്യമാരോട് പള്ളിയിലേക്ക് വരാൻ വേണ്ടി ജുമഅ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ വേണ്ടി കൽപ്പിച്ചതായിട്ടും നിർദ്ദേശിച്ചതായിട്ടും എനിക്കറിയൂല. അവർക്ക് വല്ല പുണ്യമുണ്ടായിരുന്നുവെങ്കിൽ അവരങ്ങനെ നിർദ്ദേശിക്കുമായിരുന്നല്ലോ എന്ന് ഇമാമുൽ അഇമ്മ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുമ്പോ എന്താണ് ഇവർ പറയാ? ഷാഫി ഇമാമിന് ഹദീസ് കിട്ടിയിട്ടില്ല. 10 ലക്ഷത്തിലധികം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യനാണ്. എനിക്ക് ഹദീസിലും ഖുർആനിലും നോക്കിയിട്ടൊന്നും എനിക്ക് അതിന്റെ മതനിയമം കാണുന്നില്ല എങ്കിൽ ഞാൻ എന്റെ ഉസ്താദിലേക്ക് തിരിയും, അവിടെ നിന്ന് ഞാൻ അവലംബമാക്കി മതവിധികൾ കണ്ടെത്തുമെന്ന് പറഞ്ഞ അത്രയും വലിയ ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാമുൽ അഇമ്മ ഇമാമുന ശാഫിഈ
റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ്, ഷാഫി ഇമാമിന് ഹദീസൊന്നും കിട്ടിയിട്ടില്ല. ഏത് 10 ഹദീസ് പോലും നേരാവണ്ണം വായിക്കാനും പറയാനും സാധിക്കാത്ത ആളുകളാണ് പറയുന്നത് ഷാഫി ഇമാമിന് ഹദീസ് ലഭിച്ചിട്ടില്ല. ഷാഫി ഇമാമിന്റെ അറിവിനൊരു പ്രസക്തിയുമില്ല, അതിനൊരു മഹത്വമില്ല. ആഖിറുൽ സമാനിൽ ജീവിക്കുന്ന ഒന്നും തിരിയാത്ത നമ്മളെ പോലത്തെ ആളുകൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോലത്തെ ആളുകളെ തിരുത്താൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും വലിയ അനാദരവ്. ചുരുക്കി പറഞ്ഞാൽ ബിദ്അത്തുകാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുത്തൻ ചിന്താഗതിക്കാർ എന്ന് പറഞ്ഞാൽ, വഹാബികൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൗദൂദികൾ എന്ന് പറഞ്ഞാൽ, അഹങ്കാരത്തിൽ കയ്യും കാലും മുളച്ചവരാണെന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റായി പോകും.